ഒരുപാട് സ്കാം നടക്കുന്ന ഒരു മേഖലയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. പലരും ഇതിന്റെ ഒരു ഈസി പാർട്ട് കണ്ടിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അതായത് നമ്മൾക്ക് കൈ നനയാതെ മീൻ പിടിക്കാം. ഒരു പ്രോഡക്റ്റ് പോലും നമ്മൾ വാങ്ങി വെക്കണ്ട, നമ്മൾ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യണ്ട, ഓർഡർ വരുന്നു സപ്ലയർ അയച്ചു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്രോഡക്റ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നില്ല, പകരം നിങ്ങളൊരു സപ്ലയറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സപ്ലയർ ജെനുവിൻ ആയിരിക്കണം. നിങ്ങളുടെ പ്രോഡക്റ്റ് ടൈമിലി കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണം. അതുപോലെ പേയ്മെന്റ്, നിങ്ങൾ തമ്മിലുള്ള പേയ്മെന്റ് ടൈംസ് ആൻഡ് കണ്ടീഷൻസ് പക്ക ആയിരിക്കണം. പ്രോഡക്റ്റ് ഒരു ഡാമേജും കൂടാതെ ടൈംലി കസ്റ്റമറുടെ അടുത്ത് എത്തുക എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യണം. പ്രോഡക്റ്റ് നിങ്ങളുടെ സൈറ്റിലുള്ള പ്രോഡക്റ്റ് തന്നെയാണ് സപ്ലയർ അയച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ക്യാഷ് ഓൺ ഡെലിവറി ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പേയ്മെന്റ് കളക്ട് ചെയ്യേണ്ടതായിട്ടുള്ള രീതികൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ ഒരു പാട്ടെല്ലാം തന്നെ റെഡി ആണെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റോർ സെയിൽസിലേക്ക് എത്തിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് നമ്മൾ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ സ്ട്രക്ചറായിട്ട് ചെയ്താൽ മാത്രമാണ്. ഇനി സെയിൽസ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എമൗണ്ടിന് മെറ്റാഡ്സ് ചെയ്യണം, ഏതെല്ലാം ടൈപ്പ് ഓർഗാനിക് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ കസ്റ്റമറെ എൻഗേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുന്ന ഫ്രീ കോണ്ടന്റുകൾ എങ്ങനെ ഷെയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ 1 പ്രോഡക്റ്റ്, 2 സപ്ലയർ, 3 മാർക്കറ്റിംഗ്, 4 ഡെലിവറി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് സക്സസ് ആവുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരു മാസം കൊണ്ട് 1 കോടി ഉണ്ടാക്കി, 2 കോടി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും സ്കാം ആണ്. അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സിനെ, ഇ കൊമേഴ്സ് ബിസിനസ്സിനെ കുറിച്ചിട്ടൊക്കെ ഇനിയും നമ്മൾ വീഡിയോസ് വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ റാഫി സ്റ്റോഡിൻ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഉപകാരപ്പെടും. ഓൾ ദ ബെസ്റ്റ്.